പുന്നമലമേട്ടിലെ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും ശ്രീകോവിലിലേക്ക് ഒരിക്കൽ കൂടി ദർശനം നടത്തി അയ്യപ്പ വിഗ്രഹത്തെ വണങ്ങി തിരികെ മലയിറങ്ങാനുള്ള ഒരുക്കമാണ്. അയ്യപ്പൻ്റെ പൂങ്കാവനങ്ങളിലെല്ലാം കർപ്പൂര ദീപങ്ങളായിരുന്നു. കർപ്പൂര ദീപങ്ങൾ ജ്വലിപ്പിച്ച് അത് തെളിയിച്ച് അതിൻ്റെ പ്രഭയിൽ അതിനെ വണങ്ങി ആളുകൾ, വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ വളരെ ജാഗ്രതയോടെ മലയിറങ്ങുകയും മല കയറുകയും ചെയ്യുന്ന അടുത്ത മണിക്കൂറുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങളിൽ കാണാം. ഇനിയിപ്പോൾ തീർത്ഥാടക പ്രവാഹമാണ്. ഇതുവരെ അണകെട്ടി നിന്ന തീർത്ഥാടകരുടെ ഭക്തി പ്രവാഹം ഇങ്ങനെ സന്നിധാനത്തേക്ക് അലയടിച്ചുയരുന്ന കാഴ്ചയിലേക്ക് കൂടി നമ്മൾ ഈ മണിക്കൂറുകളിൽ കടക്കുകയാണ്. വലിയ ജാഗ്രതയോടെ, അങ്ങേറ്റം ശ്രദ്ധയോടെ മല കയറുകയും ദർശനം കഴിഞ്ഞവർ അവരുടെ അഹംബോധത്തെ അഗ്നിയിൽ അർപ്പിച്ച് ഒരുപിടി ചാരവുമായി ഒരുപിടി വിഭൂതിയുമായി സന്നിധാനത്ത് നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്യുമ്പോൾ അവർ ജാഗ്രതയോടെ വേണം ആ ഇറക്കവും മലകയറ്റവും എന്നൊരിക്കൽ കൂടി എല്ലാവരെയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അയ്യപ്പൻ എൻ്റെ അകത്തവും സ്വാമി എൻ്റെ അകത്തവും എന്ന് നമ്മൾ പറയുന്ന ഒരു പക്ഷേ നമുക്ക് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള അയ്യപ്പ തിന്തകത്വവും അയ്യപ്പൻ എൻ്റെ അകത്തവും സ്വാമി തിന്തകത്വവും സ്വാമി എൻ്റെ അകത്തവും, അങ്ങനെയാണ് തീർത്ഥാടനം പൂർത്തിയാക്കി ഓരോ ഭക്തനും ഓരോ അയ്യപ്പ വിശ്വാസിയും മലയിറങ്ങേണ്ടത്. നമ്മൾ പോകുമ്പോൾ അയ്യപ്പനെ നമ്മളുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും, നമ്മളുടെ കണ്ണിൽ മാത്രമല്ല മനസ്സിലും, നമ്മളുടെ ചെവിയിൽ മാത്രമല്ല ഹൃദയത്തിലും ഒക്കെ അയ്യപ്പനെ സന്നിവേശിപ്പിച്ചാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് അയ്യപ്പൻ എൻ്റെ അകത്തവും, അതാണ് അയ്യപ്പ തിന്തകത്വവും, സ്വാമി എൻ്റെ അകത്തവും സ്വാമി തിന്തകത്വവും. ഇത് എരുമേലിയിൽ പേട്ടതുള്ളലിൻ്റെ സമയത്ത് നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു മന്ത്രമാണ്, ഒരു ജപമാണ്. അത് നമ്മളുടെ അയ്യപ്പ ഭക്തി ഗാനങ്ങളുടെ ഒക്കെ ശീലുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ ശീലുകളിൽ ഒന്നാണ്. അതിൻ്റെ യഥാർത്ഥ പൊരുൾ ഇതാണ്: അയ്യപ്പൻ എൻ്റെ അകത്തവും സ്വാമി എൻ്റെ അകത്തവും. അതാണ് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും. അങ്ങനെ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും ഒക്കെ ജപിച്ച് അയ്യപ്പൻ എൻ്റെ അകത്താണെന്ന് വിചാരിച്ച് മനസ്സിലും കരളിലും ഹൃദയത്തിലും തലച്ചോറിലുമൊക്കെ ആ അയ്യപ്പ സത്ത ഉൾക്കൊണ്ട് അഹംബോധത്തെ കർപ്പൂരാഴിയിൽ എരിച്ച് ഒരു പിടി ചാമ്പലുമായി നമ്മൾ തീർത്ഥാടനം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ നല്ലൊരു മനുഷ്യനായി ഒരു മനുഷ്യനായി സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു. നമ്മൾ അങ്ങനെ പുതിയൊരു സമൂഹത്തെ ഉണ്ടാകുന്നു. ഓരോ തീർത്ഥാടനവും ആ ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അയ്യപ്പ തീർത്ഥാടനം അത് ഊന്നി പറയുന്നുണ്ട്. അവിടെ മാനവനും മാധവനും, ദൈവവും മനുഷ്യനും ഒന്നാണ്. മാനവനിൽ മാധവനെയാണ് കാണുന്നത്, ദൈവത്തിൽ നമ്മൾ മനുഷ്യനെയും കാണുന്നു. അങ്ങനെ സഹജീവി സ്നേഹവും കരുണയും ആർദ്രതയും ഹൃദയത്തിൽ സമ്മാനിക്കേണ്ട സകലതും സ്വാമിയാണെന്ന് നമ്മൾ കരുതുന്ന വലിയ സന്ദേശം പകരുന്ന അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന മഹാമന്ത്രങ്ങൾ, മഹാവാക്യങ്ങൾ, വേദവാക്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു തീർത്ഥാടനം പൂർത്തിയാക്കി മലയിറങ്ങുകയാണ് ഇനി ഭക്തർ. അവിടെ മലയിറങ്ങുന്നവർ ഇറങ്ങുമ്പോഴും ഇനി പമ്പയിലും നിലയ്ക്കലിലും പാണ്ടിത്താവളത്തിലുമൊക്കെ കാത്തു നിൽക്കുന്നവർ കയറുമ്പോഴും വലിയ ജാഗ്രത വേണം. നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മതയോടെ തിരക്കിലൊന്നും പെടാതെ നമ്മളുടെ കൂടെ കുഞ്ഞു സ്വാമിമാരും മാളികപ്പുറങ്ങളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ കരുതി, അവിടെ വഴിയിലൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ കരുതി അവരെയൊക്കെ അതൊക്കെ അയ്യപ്പൻ്റെ ഭാഗമാണ്, അയ്യപ്പൻ്റെ പൂങ്കാവനങ്ങളിലെ അന്തേവാസികളാണ്, അവയെല്ലാം എന്ന് കരുതി നമ്മൾ മല കയറുകയും മല ഇറങ്ങുകയും ചെയ്യുന്നു. നിലയ്ക്കലിൽ KSRTC വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ കൂട്ടം തെറ്റാതെ അയ്യപ്പ കാത്തോണെ എന്ന് ജപിച്ച് എല്ലാവരും പ്രാർത്ഥനയോടെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഒരു പുണ്യദർശനം ഈ പുണ്യ തീർത്ഥാടന കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ ഭക്തർക്കും സാധ്യമായതിൻ്റെ ഒരു കൃതാർത്ഥത ഒരു പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനുമൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രശ്നരഹിതമായ ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കടന്നു പോകുന്നത് എന്നത് എല്ലാവരും കൈയടിച്ച് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ അവിടുന്നൊക്കെ ആളുകൾ, തീർത്ഥാടകർ അവിടേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എല്ലാ വഴികളും സന്നിധാനത്തേക്കാണ്. ഇന്ന് 12 മണിയോടെ പമ്പയിൽ അത് തടഞ്ഞതാണ് തീർത്ഥാടകരെ. ഇനി പമ്പയിൽ നിന്ന് അവരെ കയറ്റിവിടും. നമുക്ക് അല്പസമയത്തിനകം അരുൺ രാജ് വിവരങ്ങൾ നൽകും എന്നാണ് ഞാൻ കരുതുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ ഒരു നല്ല ദർശനം സാധ്യമായതിൻ്റെ സുഹൃതം നുകർന്ന്, പുണ്യം നുകർന്ന് അയ്യപ്പനെ കമനീയ ദർശനം, അയ്യപ്പൻ്റെ തിരുവാഭരണ വിഭൂഷിതനായ പൊന്നുസ്വാമിയുടെ നല്ല ദർശനം ഹൃദയത്തിലും മനസ്സിലും ആവാഹിച്ച് ഒരു വിഭാഗം തീർത്ഥാടകർ മലയിറങ്ങുന്നു. അയ്യപ്പൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് അത് ശ്രീകോവിലിൽ കാണാനുള്ള വലിയ ആഗ്രഹത്തോടെ തീർത്ഥാടകർ മല കയറാൻ പോകുന്നു. എന്താണ് സന്നിധാനത്തെ കാഴ്ചകൾ, അരുൺ?
വിജയകുമാർ, വളരെ മനോഹരമായ തീർത്ഥാടന കാലം, പ്രശ്നരഹിതമായ തീർത്ഥാടന കാലം അത് പൂർത്തിയാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും അടക്കമുള്ളവർ. കാരണം മുൻവർഷങ്ങളിലടക്കം പരാതികൾ ഉയർന്നിരുന്നുവെങ്കിൽ പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മകരജ്യോതി കണ്ട് അയ്യപ്പനെ ദീപാരാധനയും തൊഴുത് ഈ സന്നിധാനത്തുണ്ടായിരുന്ന ഓരോ ഭക്തരും ഇനി തൊഴുതുകൊണ്ട് ഈ സന്നിധാനം വിടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പനെ തൊഴുവാനുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ ആ വിശ്വാസത്തിൻ്റെ പരമവൈഭവത്തിലിരിക്കുന്ന അയ്യപ്പനെ കാണുവാനുള്ള ഓരോ തയ്യാറെടുപ്പിലുമാണ് ഇവിടേക്ക് ഓരോ അയ്യപ്പന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നത്. താഴെ നടപ്പന്തലിലടക്കം അയ്യപ്പന്മാരെ ഇപ്പോഴും മുകളിലേക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അവരെ കൂടി കയറ്റിവിടും. ഈ നിലവിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം വന്ന അവർക്ക് മാത്രമാണ് ഇപ്പോൾ ദർശനമുണ്ടായിരുന്നത്. ആ ദർശനത്തിന് ശേഷം ഇപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ദർശനത്തിനുള്ള അവസരം കൂടി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ സർവാഭരണ ഭൂഷിതനായ ഈ സർവാലങ്കാര ഭൂഷിതനായ അയ്യപ്പനെ കാണുവാൻ ഓരോ അയ്യപ്പ ഭക്തരും ഇങ്ങനെ നടന്നു കയറുന്ന കാഴ്ച ഒരു ഭക്തിസാന്ദ്രമായ, ഒരു മനോഹരമായ, ശാന്തമായ, പരാതിരഹിതമായ തീർത്ഥാടന കാലത്തിനാണ് ഈ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ കഴിഞ്ഞ നിമിഷങ്ങളിലടക്കം നമ്മളോട് സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു, അവസാന നിമിഷം ഈ തീർത്ഥാടകർ ഇറങ്ങിപ്പോകുന്ന, അവസാന തീർത്ഥാടകർ ഇറങ്ങിപ്പോകുന്ന ആ നിമിഷം വരെ ഉണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. എന്തായാലും ഈ മലയിറങ്ങുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് യഥാവിധി സ്ഥലത്തേക്ക്, ഓരോ സ്ഥലത്തേക്കും പോകുവാനുള്ള യാത്രാ ക്രമീകരണങ്ങളടക്കം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് വീണ്ടും ഈ ദർശനത്തിനുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പന്തലിലടക്കം നിൽക്കുന്ന ഭക്തരെ കയറ്റിവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനായി ഇപ്പോൾ സന്നിധാനത്ത് നിൽക്കുന്ന മുഴുവൻ പേരെയും മാറ്റിക്കൊണ്ട് ഈ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവരെ അടക്കം കയറ്റുമെന്നാലും പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലത്തിനാണ് പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. വിജയകുമാർ, ഗോകുൽ. തീർച്ചയായും ഏതായാലും മണിക്കൂറുകളായി അവിടെ ഫ്ലൈ ഓവറിൽ കാത്തുനിന്ന, വലിയ നടപ്പന്തലിൽ കാത്തുനിന്ന, പമ്പയിൽ തമ്പടിച്ചു നിന്ന ഭക്തരൊക്കെ ഇനി സന്നിധാനത്തെ കൊഴുകുകയാണ്. അവരുടെ എല്ലാം ലക്ഷ്യം സർവാഭരണ വിഭൂഷിതനായ വില്ലാളി വീരനായ അയ്യപ്പൻ്റെ തിരുവാഭരണ ചാർത്തിയുള്ള ദർശനമാണ്. ആ ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഇനി ലക്ഷക്കണക്കിന് ഭക്തർ. ഒപ്പം തന്നെ 2 ലക്ഷത്തിലധികം വരുന്ന ഭക്തർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും അവിടെ പർണശാലകൾ തീർത്ത് അവിടെ തപസ്സിരിക്കുന്നത് പോലെ ഈ ദർശനത്തിന് വേണ്ടി, ഈ മകരവിളക്ക് ദർശനത്തിനായി കാത്തിരുന്ന ഒരേ ഒരു ലക്ഷ്യം, അത് മകരവിളക്ക്, ഒരേ ഒരു ദർശനം മകരവിളക്ക് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവിടെ കാത്തിരുന്ന ഭക്തലക്ഷങ്ങൾ ഇനി മലയിറങ്ങുകയാണ്. അവർ അയ്യപ്പ ധർമ്മത്തെ, അയ്യപ്പ ദർശനത്തെ സ്വാംശീകരിച്ചുകൊണ്ട്, ഈ ജ്യോതിയുടെ പുണ്യം കൂടി, വിളക്കിൻ്റെ പുണ്യം കൂടി സ്വാംശീകരിച്ചുകൊണ്ട് അവർ മലയിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഈ മനോഹരമായ ദൃശ്യങ്ങളടക്കം ഇങ്ങനെ വിവിധയിടങ്ങളിൽ നിന്ന്, ശരംകുത്തിയിൽ നിന്നുള്ളത്, നടപ്പന്തലിൽ നിന്നുള്ളത്, ഒപ്പം പൊന്നമ്പലമേടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ, ഇതെല്ലാം BSNL വഴിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ ഇൻ്റർനെറ്റ് സംവിധാനം BSNLൻ്റെതായിരുന്നു. മനോഹരമായി തന്നെ ആ ജ്യോതി തെളിയുമ്പോൾ, ആ വിളക്ക് തെളിഞ്ഞ അതേ സമയം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ, സന്നിധാനത്തുള്ളവർ മാത്രമല്ല, കോടിക്കണക്കിന് പ്രേക്ഷകരും ഈ ദൃശ്യങ്ങൾ കണ്ടു, ആ അയ്യപ്പ ജ്യോതി കണ്ടു. അങ്ങനെ മനസ്സ് നിറഞ്ഞ, സായുജ്യം നിറഞ്ഞ ഒരു ദർശനം, മകരവിളക്ക് ദർശനമാണ് ഈ മകരസംക്രമ സന്ധിയിൽ ഈ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള പുണ്യദർശനമാണ് സാധ്യമായിരിക്കുന്നത്. തിരികെ പമ്പയിൽ നിന്ന് വിശ്വാസികളെ, തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിയിട്ടുണ്ട്, അവരെ അനുവദിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്.